വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പ്രഗൂസ് അമേസിംഗ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 5 മലയാളം 2 ക്രിസ്മസ് എക്സാമിൻ്റെ ആൻസർ കീ ആണ്. നമുക്ക് വീഡിയോയിലേക്ക് കളക്കാം. ഫസ്റ്റ് വന്നിട്ട് നമുക്ക് വായിക്കാൻ എഴുതാം ആ ഒരു പ്രവർത്തനമാണ്. ഇപ്പോൾ ആക്ടിവിറ്റി 1 എന്തായാലും നമുക്കറിയാം ഒരു പാരഗ്രാഫ് വരും, അതിൻ്റെ ബേസിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് വണ്ടെ എന്താണ്, എ ആണ് ആൻസർ. സെക്കൻഡ് വൺ നമുക്കറിയാം ഏതാണ്, ദാരിദ്ര്യം, ബി ആണ്. തേർഡ് വൺ സി ആണ്, ഫോർത്ത് വൺ സി ആണ്. ഫിഫ്ത്ത് വൺ ബി ആണ്. അപ്പോൾ കൂട്ടുകാരന് മിസ്റ്റേക്ക് വരുന്ന പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവർത്തനം 1 അപ്പോൾ നമ്മൾ നന്നായിട്ട് ആ പാരഗ്രാഫ് വായിച്ചിട്ടാണ് എപ്പോഴും ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ശ്രദ്ധിച്ച് വേണം ആൻസർ ചെയ്യാൻ. നമുക്ക് അടുത്ത പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. ഇനി പ്രവർത്തനം 2 കുറിപ്പ് തയ്യാറാക്കാം. ഇതിലെന്താ പറഞ്ഞിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ, മുത്തശ്ശി ഒരു കഥ തുടരുന്നു എന്ന പാഠഭാഗം നമ്മൾ പഠിച്ചില്ലേ. അപ്പം ആ കഥയിൽ അമ്മ എന്നുള്ള കഥാപാത്രത്തെക്കുറിച്ചാണ് കഥാപാത്ര നിരൂപണം ചെയ്യേണ്ടത്. കുറേ പേർക്ക് വന്നിട്ട് മുത്തശ്ശിയും അമ്മയും തമ്മിലുള്ള കൺഫ്യൂഷൻ വരും. അപ്പം അത് പാടില്ല. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കണം. അതിൻ്റെ ആൻസർ നമുക്കറിയാം, നമ്മൾ എഴുതാം. പിന്നെ ബി ക്വസ്റ്റ്യൻ, അവൻ വീണ്ടും തന്നെ അപേക്ഷ ആവർത്തിച്ചു. എന്തായിരുന്നു ഉണ്ണിക്കണ്ണൻ്റെ അപേക്ഷ? അപ്പോൾ ഉണ്ണിക്കണ്ണൻ്റെ അപേക്ഷ അവനൊരു ഊഞ്ഞാല് വേണം എന്നാണ് അവൻ്റെ അപേക്ഷ ആയിരുന്നത്. നമുക്ക് ഇതിൻ്റെ ആൻസർ ഒക്കെ എഴുതിയിട്ടാണ് ക്ലാസ് ലീവ് ചെയ്യുന്നത്. നമുക്ക് എഴുതാം. അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോവാം. പ്രവർത്തനം 3 വിശകലനക്കുറിപ്പ്. അപ്പോൾ ആ പരിക്കേറ്റ കുട്ടി എന്നുള്ള ആ കവിത ഫുള്ളും ആയിട്ടാണ് വിശകലനം ചെയ്യുന്നത്, ആ 2 വരി മാത്രമല്ല. അപ്പം അതും നമുക്ക് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ടീച്ചറും പറഞ്ഞിട്ടുണ്ടാവും, പ്രഗൂസ് അമേസിംഗ് വേൾഡിലും ഇട്ടിട്ടുണ്ടാവും. നമുക്കതിൻ്റെ ആൻസർ ഞാൻ ഇട്ടിട്ടുണ്ട്, നമുക്ക് നോക്കി എഴുതാം. പിന്നെ ബി ക്വസ്റ്റ്യൻ, കുമാരനാശാൻ്റെ ഏത് കൃതിയിൽ നിന്നെടുത്തതാണ് പരിക്കേറ്റ കുട്ടി എന്ന കവിത? അപ്പോൾ കുമാരനാശാൻ്റെ ഏത് കൃതിയിൽ നിന്നാണ് പരിക്കേറ്റ കുട്ടി എടുത്തത്? നമുക്കറിയാം, പുഷ്പവാടിയിൽ നിന്നാണ് എടുത്തത് അല്ലേ? ഈസി അല്ലേ? പിന്നെ പ്രവർത്തനം 4 ആസ്വാദനക്കുറിപ്പ്. കടൽ എന്നുള്ള ഒരു കവിത തന്നിട്ടുണ്ട്, ചെറിയ കവിതയാണ്. അതാരാ എഴുതിയിട്ടുള്ളത്? നീതു ജെ എന്നുള്ള ഒരു ചേച്ചിയോ മുത്തശ്ശിയോ ആരെങ്കിലും ആണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതിനെ നമ്മൾ ആസ്വാദിച്ചാണ് കുറിപ്പ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ എന്തൊക്കെ ഉൾപ്പെടുത്തണം? കവിതയുടെ ആശയം, ഇഷ്ടവരികൾ, വാക്കുകളുടെ ഭംഗി, മറ്റു പ്രത്യേകതകളാണ് ഉൾപ്പെടുത്തേണ്ടത്. അപ്പോൾ അതും പ്രഗൂസ് അമേസിംഗ് വേൾഡിൽ ഇട്ടിട്ടുണ്ട്, നമുക്ക് നോക്കി എഴുതാല്ലേ. പിന്നെ പ്രവർത്തനം 5 അനുഭവക്കുറിപ്പാണ്. അപ്പോൾ നമ്മുടെ സ്വന്തം അനുഭവക്കുറിപ്പാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ സ്വന്തം അനുഭവക്കുറിപ്പ്, സ്നേഹ അനുഭവക്കുറിപ്പാണ് എഴുതേണ്ടത്. നിങ്ങൾ എഴുതിക്കോളൂ. പിന്നെ പ്രവർത്തനം 6 സ്നേഹ സന്ദേശമാണ്. സ്നേഹ സന്ദേശം വെച്ച് കഴിഞ്ഞാൽ കണ്ണി നിലവായി നീല നിലവായി എന്ന യൂണിറ്റ് ഉണ്ടല്ലോ, അത് എല്ലാ പാഠഭാഗങ്ങളിലും സ്നേഹത്തെക്കുറിച്ചല്ലേ. അപ്പോൾ അതിനെ വിവരിക്കുന്നത് അച്ഛനും അമ്മമാരും കൂട്ടുകാരുടെയും സഹോദരങ്ങളുടെയും ജീവിതത്തിൽ നമ്മൾ സ്നേഹിച്ചിട്ടുണ്ടാകും. അപ്പോൾ അവരിനൊക്കെ നമ്മൾ സ്നേഹിച്ചിട്ടുണ്ടാകും. അപ്പോൾ അവർ നമ്മളെ സ്നേഹിച്ച ഒരു കാര്യം അല്ലെങ്കിൽ ഒരു സ്നേഹ സന്ദേശമാണ് എഴുതേണ്ടത്. അതും നമുക്കറിയാം എങ്ങനെ എഴുതണം എന്ന്, അതും എഴുതിക്കാം. അപ്പോൾ നമുക്കിവിടെ ആൻസേഴ്സാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇത് മുത്തശ്ശി ഒരു കടത്തുടരുന്നു വന്നിട്ട് പ്രവർത്തനം 2 ആൻസർ ആണല്ലേ ഇത്. അപ്പോൾ നമുക്ക് ഇതൊരു മോഡലാക്കി വെച്ചിട്ടും വേറെയും എഴുതാൻ പറ്റും, ഇതും എഴുതാം. കുറേ പേർക്ക് മുത്തശ്ശിയും അമ്മയും ഉള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, അതൊന്നും തന്നെ വേണ്ട. ആ ഒരു മേലെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചാൽ നമുക്ക് ആൻസർ എളുപ്പമാണ് അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത ആക്ടിവിറ്റീൻ്റെ ആൻസർ കീ നോക്കാം അല്ലേ. ഇപ്പോൾ ഇത് വന്നിട്ട് പ്രവർത്തനം 3 വിശകലനക്കുറിപ്പ്, അതിൻ്റെ ആൻസർ കീ ആണ്. ഇതും നമുക്ക് എഴുതാം, അല്ലെങ്കിൽ നിങ്ങളുടെ വേർഷനും എഴുതാം. ഇതൊരു മോഡലാക്കി വെച്ചാൽ മതി അല്ലേ. അപ്പം നമുക്കിത് മോഡലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് എഴുതേണ്ടത്, എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നുള്ള ഒരു ഐഡിയ കിട്ടും. അടുത്ത പ്രവർത്തനത്തിൻ്റെ ആൻസർ കീ വരൂ. അതാ വന്നതിനു. നമുക്ക് ആക്ടിവിറ്റി 4 പ്രവർത്തനം 4 ആസ്വാദനക്കുറിപ്പാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികളും
പിന്നെ വാക്കുകളുടെ ഭംഗി തന്നിട്ടുണ്ട്. ആശയവും ഇഷ്ടപ്പെട്ട വരികളും എന്തായാലും ഇതിൽ ചേർക്കണം. നമ്മൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത് ചേർക്കണം. അപ്പോൾ നിങ്ങളുടെ എന്താണോ അതാണ് പറഞ്ഞിട്ടുള്ളത്, അത് എഴുതണം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ പ്രഗൂസ് അമേസിംഗ് വേൾഡ് ചാനലെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് ആൻസർ കീയുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഇടാടാ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഫ്രം പ്രഗൂസ് അമേസിംഗ് വേൾഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്.